ദോഹയിലുള്ള മാൾ ഓഫ് ഖത്തറിൻ്റെ വിശേഷവുമായിട്ടാണ് ഇന്ന് CP മല്ലു ബ്ലോഗ് നിങ്ങളെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. നിങ്ങളും കൂടെ കൂടിക്കോ. ദോഹയിൽ നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താലാണ് മാൾ ഓഫ് ഖത്തർ എത്തുക. നമ്മൾ ദൂരെ കാണുന്ന മെട്രോ സ്റ്റേഷനാണ്. അവിടെ ട്രെയിൻ പാസ് ചെയ്യുന്നത് കാണാൻ പറ്റും. മാൾ ഓഫ് ഖത്തർ എന്നാണ് ഈ മെട്രോ സ്റ്റേഷൻ്റെ പേര് വരുന്നത്. നമ്മൾ ഈ കാണുന്ന മാളിൻ്റെ വലിപ്പം 4,64,515 സ്ക്വയർ ഫീറ്റാണ്. 3 നിലകളിലായിട്ടാണ് ഈ മാൾ സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് വേൾഡ് കപ്പ് നടന്ന അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയം ഉണ്ട്. ഇത് അൽ റയ്യാൻ ഭാഗമാണ് ഈ മാൾ സ്ഥിതി ചെയ്യുന്നത്. വളരെ സുന്ദരമായിട്ടുള്ള കാഴ്ചകളാണ് മാളിൻ്റെ തൊട്ട് പുറത്ത് തന്നെ ഒരുക്കിയത്. ഈ നല്ല കാഴ്ചകളൊക്കെ ആസ്വദിച്ച് ഞാൻ നേരെ മാളിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവുകയാണ്. ഞാൻ 2 ദിവസമായിട്ടാണ് ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. കുട്ടികളുടെ ഒരു സെക്ഷൻ വേറെ തന്നെയാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഇത് മാളിൻ്റെ മെയിൻ ഡോറാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇടത്തെ സൈഡിൽ നിങ്ങൾ ഈ കാണുന്ന കാഴ്ച. ഞാൻ ഈ കാഴ്ചകളൊക്കെ കണ്ട് നേരെ ഉള്ളിലോട്ട് നടന്നു. ഉള്ളിൽ കയറി ചെല്ലുമ്പോൾ തന്നെ വളരെ വിശാലമായിട്ടുള്ളൊരു സ്പേസാണുള്ളത്. അതിലേറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് ഇതിൻ്റെ റൂഫിംഗ് ആണ്. തൊട്ട് മുകളിൽ കാണാൻ റൂഫിംഗ് കണ്ടോ? അത് ഗ്ലാസ്സാണ്. പുറത്തുള്ള നാച്ചുറൽ വെളിച്ചമാണ് നമുക്ക് ഉള്ളിലോട്ട് വരുന്നത്. അത് വല്ലാത്തൊരു സൗന്ദര്യം തന്നെയാണ്. അതേപോലെ ഈന്തപ്പന നമുക്ക് ഒരുപാട് ഈ വീഡിയോസിൽ കാണാൻ പറ്റും. അറേബ്യയിലൊക്കെ ഉണ്ടാവുന്ന ഒരുപാട് ഈന്തപ്പന മരങ്ങളുടെ മോഡലുകൾ ഈ മാളിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് സംഗീതമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു സാധനമാണെന്നറിയാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുന്നവരൊന്ന് കമൻറ്റ് ബോക്സ് പറഞ്ഞു തരും. അതിനുശേഷം ഞാൻ നേരെ മുകളിലോട്ട് പോയി. മുകളിലത്തെ നിരയിൽ നമുക്ക് താഴോട്ട് നോക്കാം, വേറൊരു ഫീലിംഗ് ആണ്. ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്റ്റോറുകൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അടിപൊളിയായിട്ടുള്ള ഡിസൈനിലാണ് ഓരോരോ സ്റ്റോർ ഇവർ അറേഞ്ച് ചെയ്തത്. അതേപോലെ ഖത്തർ എയർവേസിൻ്റെ ഒരു ഓഫീസും ഇവിടെ തന്നെ ഉണ്ട്. 1ാമത്തെ നിലയിലാണ്. ഇതിൻ്റെ ഓരോരോ സൈഡിൽ നിൽക്കും വേറെ വേറെ വ്യൂസാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഞാനിതൊക്കെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയത്. ഈ മാളിൻ്റെ പ്രധാന കാഴ്ചയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ കണ്ടൊരു സ്ഥലമാണിത്. ഇത് അടിപൊളിയായിട്ട് ഒരു ഓൾഡ് മോഡലാണ് ചെയ്തത്. പക്ഷേങ്കിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് ചെയ്തു വെച്ചത്. അതിൻ്റെ അടുത്ത ആളുകൾ വന്ന് ഇരിക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. കണ്ടിരിക്കാൻ നല്ല രസമുണ്ടത്. മാൾ ഓഫ് ഖത്തറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ഈ മേൽക്കൂര. പുറത്തുള്ള വെളിച്ചം അതേപോലെ തന്നെ ഉള്ളിലോട്ട് എത്തിക്കുന്ന ഈ ഒരു മേൽക്കൂര വളരെ അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് വളരെ കളർഫുള്ളായി കണ്ടപ്പോൾ ഞാൻ വീഡിയോസ് എടുത്താണ്. അത്രയും നല്ല കളർഫുള്ളായിട്ടാണ് ഡിസൈൻ ചെയ്തത്. പ്രത്യേകിച്ച് ലേഡീസിന്, കുട്ടികൾക്കൊക്കെ വളരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അവർ അതിന് ഷോപ്പ് മൊത്തമായിട്ട് കൊടുത്തത്. നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ മാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. വളരെ നാച്ചുറലായിട്ടാണ് ഓരോന്നും ഡിസൈൻ ചെയ്തത്. അത്രയും പച്ചപ്പിൽ ഡിസൈൻ ചെയ്ത് റൂഫിങ് കൊടുത്ത് പുറത്തുള്ള വെളിച്ചം ഉള്ളിലോട്ട് എത്തിച്ച് അതേപോലെ താഴെ ഒരുപാട് ഫുഡ് സ്പോട്ടുകളായിട്ട് അറേഞ്ച് ചെയ്ത് വളരെ ഡിസൈനിൽ. ഇതൊക്കെ കണ്ട് കാഴ്ചകൾ കണ്ട് ഭക്ഷണം കഴിക്കാനാണ് ഒരുവിധ ആളുകളൊക്കെ ഇവിടേക്ക് എത്തൽ. ഈ കാണുന്ന കാഴ്ച മുകളിലത്തെ നിലയിലാണ്. ഇവിടെ ഒരുപാട് ഫുഡ് കഴിക്കാനുള്ള ഒരുപാട് ഏരിയകളുണ്ട്. എല്ലാം പ്രീമിയം ക്വാളിറ്റിയുള്ള ഭക്ഷണമാണ് നമുക്ക് ഈ മാൾ ഓഫ് ഖത്തറിൽ കിട്ടുക. യാദൃശികമായിട്ടുള്ള കണ്ട ഒരു കാഴ്ചയാണിത്. ഒരാളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാണ്. ഈ വെള്ളം കൊണ്ടുള്ള കുറച്ച് ഐറ്റംസുകളൊക്കെ അവിടെ കാണാൻ പറ്റും. നമുക്കും ബർത്ത്ഡേൻ്റെ സെലിബ്രേഷൻ അവിടെ പോയാൽ ഇതേപോലെ ചെയ്യാൻ പറ്റും. ഈ ഏരിയകളൊക്കെ ഭക്ഷണത്തിനുള്ള ഏരിയകളാണ്. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീനാണ് ഓരോരോ ടേബിൾ ഇവർ സൂക്ഷിച്ച്. ഇതൊരു സ്പെഷ്യലായിട്ട് കണ്ടപ്പോൾ ഞാനൊന്ന് വീഡിയോസ് എടുത്താണ്. ഈ മാളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കുട്ടികൾക്ക് വേണ്ടി തന്നെ സെപ്പറേറ്റ് ഒരു ലോകം തന്നെ ഇവർ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോസിൽ കാണാം.